പണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഇഷ്ടപ്പെടൂലേ. അതിൽ പെട്ടൊരു ഐറ്റമാണ് ഈ ഒരു പാൽവാഴക്ക കേട്ടോ. ആദ്യം എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു കഴിക്കാൻ. ഇപ്പൊ ഇങ്ങനെ കഴിക്കാം എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട്. അപ്പൊ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് ഉണ്ടാക്കാനും പോവലില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ അത് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പ ഒരു മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെയാണെങ്കിൽ അത് ഇങ്ങനെ ഇട്ട് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണ്ടേ. ഇപ്പൊ ഞാനത് കുക്കറിലാട്ടോ ഉണ്ടാക്കല്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയ സാബുനരി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുറച്ച് വെള്ളം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കുക്കറിൽ 3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് അണ്ടിയും മുന്തിരി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ അത് ചെറിയുള്ളിയിലൊക്കെ വറവിടുന്നവരുണ്ട് കേട്ടോ. പക്ഷെ അതിനോട് എനിക്ക് താല്പര്യമില്ല. ആ ഒരു ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതൊന്ന് സെറ്റായി വന്നപ്പോൾ അതിലേക്ക് അതാ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള 2 വലിയ പഴം ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വാടൊന്നും വേണ്ട, 1-2 ഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയാല് അപ്പൊ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാബുനരിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ എളുപ്പപ്പണിക്ക് സാധാരണ പശുവിൻ പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി വേവിച്ചെടുക്കും. ഇതാ പാൽവാഴക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ.